അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി. ബിസ്മില്ലാ അൽഹംദുലില്ലാ. അല്ലാഹുമ്മ സ്വല്ലി വസല്ലിം അലാ നബിയിനാ മുഹമ്മദ്. അല്ലാഹുമ്മ റബ്ബി ഇശ്റഹ് ലി സ്വദ്രി വയസ്സിർ ലി അംരി വഹ്ലുൽ ഉഖ്ദതം മിൻ ലിസാനി യഫ്ഖഹു ഖൗലി. അല്ലാഹുമ്മ അല്ലിംനാ മാ യൻഫഉനാ വഅൻഫിഅനാ മാ അല്ലംതനാ വസിദ്നാ ഇൽമ. സ്നേഹം നിറഞ്ഞ പീസ് റേഡിയോ വഴി അറബിക് ക്ലാസ് കേട്ടുകൊണ്ടിരിക്കുന്ന പഠിതാക്കളെ, സഹോദരങ്ങളെ, സുഹൃത്തുക്കളെ, അള്ളാഹുവിൻ്റെ അപാരമായ അനുഗ്രഹത്താൽ ദുറൂസുൽ ലുഗത്തിൽ അറബിയ ലിഗൈരിൻ നാതിഖീന ബിഹ എന്ന ടെക്സ്റ്റ് ബുക്കിലെ 12ാമത്തെ ചാപ്റ്ററിലെ 2ാമത്തെ തംരീനാണ് ഇൻഷാ അല്ലാഹ് ഇനി നമുക്ക് എടുക്കാനുള്ളത്. മുമ്പ് ഞാൻ സൂചിപ്പിച്ചിരുന്ന കാര്യം ഒന്നും കൂടെ ഓർമ്മപ്പെടുത്തുകയാണ്. ഈ ടെക്സ്റ്റ് ബുക്ക് പൂർണ്ണമായും വായിക്കുക എന്നുള്ളതാണ് നമ്മുടെ അറബി ഭാഷാ പഠനത്തിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു ഭാഗം എന്നുള്ളത്. കാരണം നമ്മൾ വായിക്കുന്ന ഓരോ സെൻറ്റൻസുകളിലും അതിൻ്റെ ഓരോ നിയമങ്ങൾ, അറബി ഭാഷ പ്രയോഗത്തിൻ്റെ ഓരോ നിയമങ്ങൾ അതിൽ ഉള്ളിലടങ്ങി നിൽക്കുന്നുണ്ട്. അപ്പോൾ അതിനെ നമ്മൾ പുറത്തേക്കെടുത്ത് അത് ശരിക്കും നമ്മൾ മനസ്സിലാക്കി അത് പരിശീലിച്ച് മുന്നോട്ട് പോവുക എന്നതാണ് ഈ ടെക്സ്റ്റ് ബുക്കിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട ഭാഗം. അതുകൊണ്ട് തന്നെ ഓരോ വരികളും വായിക്കുമ്പോൾ അത് നമ്മൾ വായിച്ച് അതുപോലെയുള്ള സെൻറ്റൻസുകൾ നമ്മൾ ഉണ്ടാക്കുകയും അത് നോട്ട്ബുക്കിലേക്ക് എഴുതി അങ്ങനെ നിരന്തരമായി നമ്മൾ പരിശീലിക്കുകയും ചെയ്യുമ്പോൾ ഈ ഒരു അറബി ഭാഷ നമുക്ക് കയ്യിലൊതുക്കി ഖുർആൻ പാരായണത്തിലും അതുപോലെ തന്നെ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ തിരുമൊഴികളൊക്കെ വായിക്കുമ്പോൾ ഒരു പരിഭാഷകൻ്റെയോ അല്ലെങ്കിൽ പരിഭാഷയുടെയോ സഹായമില്ലാതെ നമുക്കത് മനസ്സിലാക്കുവാൻ കഴിയും. നമ്മുടെ ലക്ഷ്യം ഖുർആൻ പഠിക്കുക എന്നുള്ളതാണ്. നമ്മുടെ നമസ്കാരത്തിൽ നമ്മൾ നിർവഹിച്ചു കൊണ്ടിരിക്കുന്ന പ്രാർത്ഥനകളുടെ അർത്ഥം അത് ശരിയായ രൂപത്തിൽ മനസ്സിലാക്കുക എന്നുള്ളതാണ്. ഏതായിരുന്നാലും അൽഹംദുലില്ലാ നമ്മൾ 12ാമത്തെ ചാപ്റ്ററിലെ 2ാമത്തെ തംരീനിലേക്ക് നമ്മൾ പ്രവേശിക്കുകയാണ്. നോക്കൂ, എന്താണ് ടെക്സ്റ്റിലുള്ളത്. നിങ്ങളുടെ ടെക്സ്റ്റിൽ അതുപോലെ തന്നെ PDF-ലും ചെറിയ ഒരു അക്ഷരത്തെറ്റ് വന്നിട്ടുണ്ട്. ഇഖ്റ എന്നതാണ് അവിടെയുള്ളത്. ഇഖ്റ. പക്ഷേ അലിഫിൻ്റെ മുകളിൽ അവിടെ ഹംസയിട്ടത് നമുക്ക് കാണാൻ കഴിയും. ഇവിടെ അഖ്റഉ എന്നാണ് അവിടെ എഴുതിയത്. ശരിക്കും അത് അങ്ങനെയല്ല എഴുതേണ്ടത്, ഇഖ്റ എന്നാണ്. അപ്പോൾ ഇഖ്റ എന്ന് എഴുതുമ്പോൾ ഇങ്ങനെ എഴുതണം, ഇഖ്റ. അപ്പോൾ അത് ഇങ്ങനെ എഴുതിയത് തെറ്റാണ് എന്ന് മനസ്സിലാക്കാം. ചില ടെക്സ്റ്റ് ബുക്കുകളിൽ ഇതേ രൂപത്തിൽ തന്നെയാണ് കൊടുത്തത്. അപ്പോൾ എങ്ങനെയാണ് ഇഖ്റ, ഇങ്ങനെയാണ് വായിക്കുന്നത്. ഇഖ്റ കുല്ല ജുംലത്തിൻ മിനൽ ജുമലിൽ ആതിയ ثم اقرأها أخرى بعد تغيير المنادى كما هو موضح في المثال. എന്താണ് അതിൻ്റെ അർത്ഥം? ഇഖ്റ കുല്ല ജുംലത്തിൻ മിനൽ ജുമലിൽ ആതിയ, താഴെയുള്ള സെൻറ്റൻസുകൾ ഓരോന്നും. ഇഖ്റ കുല്ല ജുംലത്തിൻ, എല്ലാ ജുംലകളെയും നിങ്ങൾ വായിക്കുക. മിനൽ ജുമലിൽ ആതിയ, താഴെയുള്ള ജുംലകളിൽ നിന്നും. സുമ്മ ഖിറഅഹ ഉഖ്റ, ഒരിക്കൽ കൂടെ അതിനെ വായിക്കുക. ടെക്സ്റ്റിൽ സുമ്മ ഖിറഅഹ മറത്തൻ ഉഖ്റ എന്നുണ്ട്. മറത്തൻ ഉഖ്റ എന്ന് പറഞ്ഞാൽ അനദർ ടൈം, വീണ്ടും ഒരിക്കൽ കൂടെ നിങ്ങൾ വായിക്കുക എന്നതാണ്. മറ എന്ന് പറഞ്ഞാൽ മറത്തൻ ഉഖ്റ, മറ്റൊരു ടൈം, അല്ലെങ്കിൽ ഒരിക്കൽ കൂടെ അതിനെ വായിക്കുക. ബഅദ തഗ്യീരിൽ മുനാദ, മുനാദയെ മാറ്റിയതിന് ശേഷം. അപ്പോൾ മുനാദ എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് എന്താണ്? നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ പറഞ്ഞത് നിങ്ങൾക്ക് ഓർമ്മയുണ്ടാകും. ബഅദ ശേഷം, തഗ്യീരിൽ മുനാദ, മുനാദയെ മാറ്റിയതിന് ശേഷം. അപ്പോൾ മുനാദ എന്ന് പറഞ്ഞാൽ നമുക്ക് ഓർമ്മയുണ്ടാകും, മുനാദ എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് യാ എന്നതിന് ശേഷം, അഥവാ വിളിക്കാൻ വേണ്ടി ഉപയോഗിക്കുന്ന
മുനാദയുടെ ഹർഫിന് ശേഷം വരുന്ന കാര്യങ്ങൾക്കാണ് മുനാദ എന്ന്. അപ്പോൾ യാ എന്നതിന് ശേഷം വരുന്നത് യാ അല്ലാ എന്നാണെങ്കിൽ അല്ലാഹു എന്നത് ഇവിടെ മുനാദയാണ്. അതുപോലെ തന്നെ യാ എന്നതിന് ശേഷം വരുന്നത് യാ റസൂലല്ലാ എന്നാണെങ്കിൽ, യാ റസൂലല്ലാ എന്നാണെങ്കിൽ ഇവിടെ റസൂലല്ലാ, ഈ റസൂൽ എന്ന് പറയുന്നത് മുനാദയാണ്. റസൂലല്ലാ, അള്ളാഹുവിൻ്റെ റസൂൽ എന്ന് പറയുന്ന റസൂൽ എന്നുള്ളതാണ് മുനാദ. അപ്പോൾ ഇവിടെ എന്താണ് തംരീനിൽ ചോദിക്കുന്നത്? എന്താണ് തംരീനിൽ പറയുന്നത്? മുനാദയെ മാറ്റുക എന്നാണ്. ബഅദ തഗ്യീർ, തഗ്യീർ എന്ന് പറഞ്ഞാൽ മാറ്റുക, ചേഞ്ച് ചെയ്യുക. മുനാദയെ മാറ്റിയതിന് ശേഷം കമാ ഹുവ മുവല്ലഹുൻ ഫിൽ മിസാൽ, ഉദാഹരണത്തിൽ കൊടുത്തതുപോലെ. മുവല്ലഹുൻ എന്ന് പറഞ്ഞാൽ വ്യക്തമാക്കപ്പെട്ടത് എന്നാണ്. കമാ ഹുവ എന്ന് പറഞ്ഞാൽ ആസ് ലൈക്ക്, കമാ ഹുവ മുവല്ലഹുൻ ഫിൽ മിസാലി, ഉദാഹരണത്തിൽ വ്യക്തമാക്കപ്പെട്ടതുപോലെ. മുവല്ലഹ്. അപ്പോൾ ഈ വാക്കുകളുടെയൊക്കെ അർത്ഥം നിങ്ങൾ ശരിക്കും മനസ്സിലാക്കുക. കാരണം വാക്കുകൾ അതിൻ്റെ അർത്ഥം കൂടെ മനസ്സിലാക്കുന്നത് ഭാഷ നമുക്ക് എന്ത് ചെയ്യുന്നുണ്ട്, കൂടുതൽ അത് സംസാരിക്കാനാണെങ്കിലും എഴുതാനാണെങ്കിലും ഒക്കെ നമ്മളെ സഹായിക്കുന്നുണ്ട്. അപ്പോൾ ഒരിക്കൽ കൂടെ ഞാൻ തംരീന് വായിക്കുകയാണ്, നിങ്ങൾ ശ്രദ്ധിക്കുക. ഇഖ്റ കുല്ല ജുംലത്തിൻ മിനൽ ജുമലിൽ ആത്തിയ, താഴെയുള്ള മുഴുവൻ ജുംലകളെയും നിങ്ങൾ വായിക്കുക. സുമ്മ ഖ്റഅഹാ മറത്തൻ ഉഖ്റ, മറ്റൊരിക്കൽ കൂടെ അതിനെ വായിക്കുക എന്നാണ്. ബഅദ തഗ്യീരിൽ മുനാദ, മുനാദയെ മാറ്റിയതിന് ശേഷം കമാ ഹുവ മുവല്ലഹുൻ ഫിൽ മിസാൽ, ഉദാഹരണത്തിൽ വ്യക്തമാക്കപ്പെട്ടത് പോലെ. ശരി, നമുക്ക് ഓരോന്ന് വായിക്കാം. മിസാൽ കേട്ടോ, മിസാൽ എന്ന് പറഞ്ഞാൽ എക്സാമ്പിൾ ഇവിടെ കൊടുത്തിട്ടുണ്ട്. മിസാൽ, ഉദാഹരണത്തിലേക്ക് നോക്കൂ. ഐന ഖലമുക യാ അബീ, ചോദ്യം എന്താണ്? ഉപ്പ താങ്കളുടെ പേന എവിടെയാണ്? ഉപ്പ താങ്കളുടെ പേന എവിടെയാണ്? അപ്പോൾ ഇവിടെ മുനാദ ഏതാണ്? യാ എന്നതിന് ശേഷം എന്താ വന്നത്? അബീ എന്നാണ് വന്നത്. അപ്പോൾ അബീ എന്നത് ഇവിടെ മുനാദയാണ്. അപ്പോൾ ആ മുനാദയെ എന്ത് ചെയ്തിട്ടുണ്ട്? ഉപ്പ നിങ്ങളുടെ പേന എവിടെയാണ് എന്ന് ചോദിച്ചതിന് നേരെ അതിനെ ചേഞ്ച് ചെയ്തതിൻ്റെ ഉദാഹരണം ഇവിടെ കൊടുത്തിട്ടുണ്ട് അല്ലേ? ഐന ഖലമുക യാ ഉമ്മീ. അപ്പോൾ അബുൻ എന്നതിനെ മാറ്റിയിട്ട് അവിടെ ഉമ്മ എന്നാക്കി മാറ്റി. അബീ എന്നതിനെ മാറ്റിയിട്ട് ഉമ്മി എന്നാക്കി മാറ്റി. ഇവിടെ ഐന ഖലമുകി യാ ഉമ്മി എന്നാണ്. ഐന ഖലമുകി യാ ഉമ്മി. ഇവിടെ യാ ഉമ്മി എന്ന് വന്നപ്പോൾ ചോദ്യത്തിൽ എന്തായി? ഐന ഖലമുകി യാ ഉമ്മി. ഇവിടെ യാ ഉമ്മി എന്ന് വന്നപ്പോൾ ഐന ഖലമുകി എന്നാണ് എന്ത് ചെയ്തിട്ടുള്ളത്? കൊടുത്തിട്ടുള്ളത്. ഇവിടെ ടെക്സ്റ്റിൽ ക എന്നാണ്, തെറ്റാണ്, ശ്രദ്ധിക്കുക. പക്ഷെ നിങ്ങളുടെ ടെക്സ്റ്റ് ബുക്കിൽ അത് കറക്റ്റ് ശരിയായ രീതിയിൽ തന്നെയാണ് കൊടുത്തിട്ടുള്ളത്. ഐന ഖലമുകി യാ ഉമ്മി. അപ്പോൾ ഒരു ഉദാഹരണവും നമുക്ക് എന്ത് ചെയ്തിട്ടുണ്ട്? ഷെയ്ഖ് അബ്ദുറഹീം റഹിമഹുല്ല നമുക്ക് വിശദീകരിച്ചു തന്നു. അപ്പോൾ ഒന്നും കൂടെ ഞാനത് പറയാണ്. ഐന ഖലമുക യാ അബി എന്നതിന് പകരം യാ ഉമ്മി എന്നാക്കി മാറ്റുമ്പോൾ അവിടെ എങ്ങനെയാണ് ഇതിലെ മാറ്റം വന്നത്? എന്താണ്? ഐന ഖലമുകി യാ ഉമ്മി എന്നായി മാറി. ഐന ഖലമുകി യാ ഉമ്മി എന്നായി മാറി. നോക്കൂ, ഖലമുകി, അവിടെ ഖലമുക എന്നല്ല, ഖലമുകി. ടെക്സ്റ്റിൽ നിങ്ങൾ നോക്കുമ്പോൾ അത് കറക്റ്റ് കാണാൻ കഴിയും. ഐന ഖലമുകി യാ ഉമ്മി. ഇനി ഇതുപോലെ നമുക്ക് എന്തുണ്ട്? 10 ഉദാഹരണങ്ങൾ താഴെ കൊടുത്തിട്ടുണ്ട്. ഈ ഒരു ഉദാഹരണം, 10 ഉദാഹരണങ്ങൾ നമ്മൾ വായിക്കുകയും ഇതേ രൂപത്തിൽ അതിനെ ചേഞ്ച് ചെയ്യുകയും ചെയ്യുന്നതോടുകൂടി നമുക്കെന്താണ്? ഒരു സ്ത്രീയെ വിളിച്ച്, അത് ഉമ്മയാകാം, സഹോദരിയാകാം, ഭാര്യയാവാം, മറ്റാരുമാവാം, സ്ത്രീയാണെങ്കിൽ അവരെ വിളിക്കാനും അവരോട് ചില കാര്യങ്ങൾ ചോദിക്കുവാനും നമ്മൾ പഠിക്കുകയാണ്. അപ്പോൾ നോക്കൂ നിങ്ങൾ, ഒന്നാമത്തേത് എന്താണ് ഇവിടെ കൊടുത്തിരിക്കുന്നത്? ഓരോന്നും ശ്രദ്ധാപൂർവ്വം നമ്മൾ വായിക്കുക. വളരെ മനോഹരമായ രീതിയിലാണ് ഈ ടെക്സ്റ്റ് ബുക്കിനെ അദ്ദേഹം നമുക്ക് അതിനെ ഡിസൈൻ ചെയ്തത്, നമുക്കത് വിശദീകരിച്ച് തരുന്നത്. 10 എണ്ണം കൂടെ വായിക്കുന്നതോടുകൂടി നമുക്കിത് കൃത്യമായി നമ്മുടെ ഹൃദയത്തിൽ നമുക്ക് ഉറപ്പിക്കാൻ കഴിയും. നോക്കൂ, ഒന്നാമത്തേത് എന്ന് വായിച്ചു നോക്കിയേ. അ ഇൻദക ഖലമുൻ യാ മുഹമ്മദു, അല്ലേ? അ ഇൻദക ഖലമുൻ യാ മുഹമ്മദു. ഇനി ഇതിനെ എന്താക്കി മാറ്റണം?
യാ മുഹമ്മദു എന്നുള്ള ആ മുഹമ്മദ് എന്ന മുനാഥയെ ഇവിടെ എന്താക്കി മാറ്റി? ആമിനത്തു എന്നാക്കി മാറ്റിയിട്ടുണ്ട്. അപ്പോൾ എങ്ങനെ വായിക്കും അവിടെ? ഒന്ന് വായിച്ചു നോക്കൂ. ഒന്ന് മനസ്സിൽ നിങ്ങളൊന്ന് വായിച്ചു നോക്കൂ. എന്നിട്ട് ഞാൻ വായിക്കുന്നതും നിങ്ങൾ വായിക്കുന്നതും ഒരുപോലെയാണോ എന്ന് നോക്കൂ. ശരി, എന്താണ് ഇതിൻ്റെ ഉത്തരം? നിങ്ങൾ വായിച്ച് മനസ്സിലാക്കിയിട്ടുണ്ടാകുമെന്ന് പ്രതീക്ഷിക്കുകയാണ്. അഇന്ദക ഖലമുൻ യാ മുഹമ്മദു എന്നതിനെ ആമീനയെ വിളിച്ചുകൊണ്ടാക്കുമ്പം എന്താക്കി മാറ്റും? അഇന്ദകി ഖലമുൻ യാ ആമിനത്തു എന്നാക്കി മാറ്റാവുന്നത്. അതാണ് നമ്മൾ എന്ത് ചെയ്യേണ്ട വായനയുടെ രീതി. അപ്പോൾ ഒരു ഉദാഹരണം നമുക്കിവിടെ എഴുതാം അല്ലേ? അഇന്ദകി ഖലമുൻ. അപ്പോൾ ഇവിടെ എവിടെയാണ് മാറ്റം വരുന്നത്? അഇന്ദകി എന്നായി മാറും. അഇന്ദക എന്നതിനെ നമുക്ക് എന്താക്കി മാറ്റാം? ഇവിടെ നമുക്ക് അഇന്ദകി ഖലമുൻ യാ ആമിനത്തു അഇന്ദകി ഖലമുൻ യാ ആമിനത്തു എന്നാക്കി മാറ്റും. ഇനി അടുത്ത ഇത് ഓരോ ഉദാഹരണങ്ങളും ഇതുപോലെ നമുക്കൊന്നും എന്ത് ചെയ്യുക, ചെയ്തു നോക്കാം. രണ്ടാമത്തേത് എന്താണ്? ഐന ബൈതുക യാ ഉസ്താദി. അവിടെ എന്താക്കി മാറ്റണം? ഉസ്താദ് എന്നത് മുദക്കറാണ്, അഥവാ അത് പുരുഷ വിഭാഗത്തെ അറിയിക്കുന്നതാണ്. അപ്പോൾ അതിനെന്താക്കി മാറ്റണം? മുഅന്നസാക്കി മാറി. ഇവിടെ യാ ഉസ്താദത്തി എന്നായി മാറി. അപ്പോൾ യാ ഉസ്താദത്തി, ഉസ്താദേ എന്ന് പറഞ്ഞുകൊണ്ട് നിങ്ങളുടെ വീട് എവിടെയാണ് എന്ന് ചോദിക്കാൻ, അതൊരു ആ ഉസ്താദ് ലേഡിയാണ് എങ്കിൽ നമ്മൾ എങ്ങനെയാണ് നമ്മൾ ചോദിക്കേണ്ടത്? ഐന ബൈതുക എന്നതിന് പകരം എന്തായി മാറും? ഐന ബൈതുകി യാ ഉസ്താദത്തി. ഐന ബൈതുകി യാ ഉസ്താദത്തി. ശരി, മൂന്നാമത്തേത് നോക്കൂ. അഹാദ ദഫ്തറു ലക യാ അലി. അഹാദ ദഫ്തറു ലക യാ അലി. അലിയെ, ഇത് നിൻ്റെ നോട്ട്ബുക്കാണോ? അല്ലേ? അഹാദ ദഫ്തറു, ഈ നോട്ട്ബുക്ക് ലക യാ അലി, അത് നിൻ്റെതാണോ അലി? എന്നാൽ യാ അലിയു എന്നതിന് പകരം അവിടെ യാ ഫാത്തിമത്തു എന്നാക്കി മാറ്റുമ്പോൾ അതിന് നമുക്ക് ഏത് രൂപത്തിലാണ് അതിൻ്റെ വായന വരുന്നത്? നഅം, അഹാദ ദഫ്തറു ലക്കി യാ ഫാത്തിമത്തു. അല്ലേ? ലക്ക എന്നതിനെ എന്താക്കി മാറ്റണം? ലക്കി എന്നാക്കി മാറ്റണം. എന്നിട്ട് അഹാദ ദഫ്തറു ലക്കി യാ ഫാത്തിമത്തു. നാലാമത്തേത് നോക്കൂ. മിൻ ഐന അൻത യാ അഖി. മിൻ ഐന അൻത യാ അഖി. അതിലെ മുനാദ ഏതാണ്? യാ എന്നതിന് ശേഷം വരുന്നതിനാണ് മുനാദ എന്ന് പറയുക അല്ലേ? മറന്നുപോയിട്ടില്ലല്ലോ. എങ്കിൽ ഇവിടെ എന്ത് ചെയ്യുന്നു? അഹി എന്നതിനെ ഉഖ്തി എന്നാക്കി മാറ്റണം. അപ്പോൾ എങ്ങനെ ചോദിക്കും നമ്മൾ? മിൻ ഐന അൻത എന്ന് പറയോ? ഇല്ല. അൻത എന്നത് ആർക്ക് ഉപയോഗിക്കുന്നതാണ്? അൻത, അത് പുരുഷനെ അറിയിക്കുന്നതാണ്. അതുകൊണ്ട് തന്നെ ഇവിടെ സഹോദരി എന്ന് വിളിക്കുകയാണ് എന്നുണ്ടെങ്കിൽ എന്താക്കി മാറ്റണം? അൻതി. അപ്പോൾ മിൻ ഐന അൻതി യാ ഉഖ്തി. മിൻ ഐന അൻതി യാ ഉഖ്തി. ഇതാണ് നാലാമത്തേത്. ഇങ്ങനെ ഓരോന്നും നമ്മൾ വായിച്ചു നോക്കുമ്പോൾ, ആറാമത്തേത് വായിച്ചു നോക്കൂ. അഅൻത മരീദുൻ യാ ഖാലി എന്നാണ്. അഅൻത മരീദുൻ യാ ഖാലി. എന്താണ് ഖാല് എന്നതിന്? നമ്മുടെ ടെക്സ്റ്റ് ബുക്കിൽ എന്ത് ചെയ്തിട്ടുണ്ട്? ഖാലിനെ വിശദീകരിക്കുന്നുണ്ട്. 67-ാമത്തെ പേജിൽ നമുക്ക് എന്ത് ചെയ്യുക, ഇതിനെ കൃത്യമായിട്ട് വിശദീകരിക്കുന്നുണ്ട്. ഖാല് ചില വാക്കുകൾ നമുക്ക് അവിടെ നിന്ന് അതൊന്ന് നോക്കാം. ശരി, ആറാമത്തേത് നോക്കാം. അഅൻത മരീദുൻ യാ ഖാലി. അഅൻത മരീദുൻ യാ ഖാലി. അവിടെ യാ ഖാലി എന്നതിനെ എന്താക്കി മാറ്റണം? യാ ഖാലത്തി എന്നാക്കി മാറ്റണം. അപ്പോൾ നമ്മുടെ ടെക്സ്റ്റിൽ തന്നെ 66-ാമത്തെ പേജ്, 67-ാമത്തെ പേജിൽ നോക്കൂ നിങ്ങൾ. അൽ ഖാലു എന്നതിന് അർത്ഥം നൽകിയിട്ടുണ്ട്. അതുപോലെ തന്നെ അൽ ഖാലത്തു എന്നതിനും അർത്ഥം നൽകിയിട്ടുണ്ട്. എന്താണ് അൽ ഖാൽ എന്ന് പറഞ്ഞാൽ?
ഖാലി എന്നതിൻ്റെ അർത്ഥം അഹുൽ ഉമ്മ് എന്നാണ്. നമ്മളിത് മനസ്സിലാക്കാൻ വേണ്ടി നമ്മൾ ശ്രദ്ധിക്കേണ്ട ഒരു ഭാഗമായതുകൊണ്ട് ആ വിഷയം ഒന്ന് പറയാണ്. ഖാലി എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് അഹുൽ ഉമ്മ്, ഉമ്മയുടെ സഹോദരനാണ് പറയാം. അതുപോലെ തന്നെ ഖാലത്ത് എന്ന് പറഞ്ഞാലോ ഉഖ്തുൽ ഉമ്മ്, ഉമ്മയുടെ സഹോദരിക്കാണ് പറയാം. അപ്പോൾ ഉമ്മയുടെ സഹോദരൻ നമ്മൾ അമ്മാവൻ എന്നൊക്കെ പറയുന്ന, അല്ലെങ്കിൽ അമ്മോൻ എന്നൊക്കെ പറയില്ലേ, അതാണ് അഹുൽ ഉമ്മ. അതിന് അറബിയിൽ പറയുന്നത് എന്താണ്? അൽ ഖാല്. അതുപോലെ തന്നെ ഖാലത്ത് എന്ന് പറഞ്ഞാൽ ഉമ്മയുടെ സഹോദരിക്കാണ് എന്ത് ചെയ്യുന്നത്, പറയുന്നത്. അപ്പോൾ ഇത് രണ്ടും നമ്മൾ ശരിക്കും നമ്മൾ മനസ്സിലാക്കുക. എന്നിട്ട് ആ ഉദാഹരണത്തിലേക്ക് നമുക്കൊന്നും കൂടെ നമുക്ക് പോകാം. അപ്പോൾ നമ്മൾ അൻത മരീലുൻ യാ ഖാലി, ഖാലിൻ്റെ അർത്ഥം നമ്മൾ പറഞ്ഞു അഹുൽ ഉമ്മാണ് അല്ലേ. അപ്പോൾ അമ്മാവനെ വിളിക്കുകയാണ്, അമ്മാവ നിങ്ങൾ രോഗിയാണോ എന്നതാണ് ഇതിൻ്റെ അർത്ഥം. അമ്മാവ നിങ്ങൾ രോഗിയാണോ എന്നതാണ് അതുകൊണ്ട് അർത്ഥമാക്കുന്നത്. അപ്പോൾ ഖാലി എന്ന് പറഞ്ഞാൽ അഹുൽ ഉമ്മാണ്. എന്നാൽ ഇവിടെ എന്ത് ചെയ്യണം, ഖാലിനെ എന്താക്കി മാറ്റി, ഖാലത്ത് എന്നാക്കി മാറ്റി, ഉമ്മയുടെ സഹോദരിയാക്കിയിട്ട് മാറ്റുകയാണ്. എങ്കിൽ ഇവിടെ എന്താണ്, ഉമ്മയുടെ സഹോദരിക്ക് നമ്മൾ എളാമ മൂത്തമ്മ എന്നൊക്കെ പറയും. എങ്കിൽ എളാമയെയോ അല്ലെങ്കിൽ മൂത്തമ്മയെയോ വിളിച്ചുകൊണ്ട് നമ്മൾ പറയാണ്. എങ്ങനെയാണ് നമ്മളത് ചോദിക്കുക? യാ ഖാലത്തി എന്നാണെങ്കിൽ അൻത എന്നത് എന്തായി മാറണം? നിങ്ങൾ പറഞ്ഞിട്ടുണ്ടാകും, നിങ്ങളതിൻ്റെ ഉത്തരം മനസ്സിൽ ശരിക്കും നിങ്ങൾ എഴുതി നോക്കിയിട്ടുണ്ടാകും എന്ന് പ്രതീക്ഷിക്കുകയാണ്. അപ്പോൾ ഇവിടെ എന്ത് പറയണം? അൻതി മരീലത്തുൻ എന്നാക്കി മാറ്റണം. അങ്ങനെ തന്നെയല്ലേ നിങ്ങൾ എഴുതിയിട്ടുള്ളത്, വായിച്ചിട്ടുള്ളത് എന്ന് നോക്കുക. അൻതി മരീലത്തുൻ യാ ഖാലത്തി. ശരി, ഏഴാമത്തെ നോക്കൂ. ഏഴാമത്തേത് ഐന ബിൻതുക്കി. 7 ഐന ബിൻതുക്കയ അമ്മീം. ഐന ബിൻതുക്കയ അമ്മീം, ഉപ്പയുടെ സഹോദരനാണ് അമ്മ് എന്ന് പറയുന്നത്. നമ്മളത് കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മളത് മനസ്സിലാക്കിയിട്ടുണ്ട്. അങ്ങനെയാണെങ്കിൽ ഇവിടെ അമ്മ് എന്നതിന് എന്താക്കി മാറ്റി, അമ്മത്തി എന്നാക്കി മാറ്റി. അപ്പോൾ എന്തായിരിക്കും അവിടെ അതിൻ്റെ വായന രീതി എങ്ങനെയാണ്? ഐന ബിൻതുക്കി യാ അമ്മത്തി. 8ാമത്തെ നോക്കൂ. അലക്ക അഹുൻ യാ ഹാമിദു. ഹാമിദേ, നിനക്ക് സഹോദരനുണ്ടോ? ആ ഹാമിദിന് പകരം സുആദ് എന്ന സ്ത്രീയാക്കി മാറ്റിയപ്പോൾ അവിടെ എങ്ങനെ പറയാം? അലക്കി അഹുൻ യാ സുആദു. മാദാ ഇൻദക യാ അഖി. 9ാമത്തേത് മാദാ ഇൻദക യാ അഖി, സഹോദര നിൻ്റെ അടുക്കൽ എന്താണുള്ളത്? അപ്പോൾ ഇവിടെ അഹ് എന്നതിനെ ഉഖ്തി എന്നാക്കി മാറ്റുമ്പോൾ എങ്ങനെയാണ് പറയാം? നഅം മാദാ ഇൻദക യാ ഉഖ്തി. ശരി, 10ാമത്തെ നോക്കൂ. അസ്സലാമു അലൈക യാ അബി. അസ്സലാമു അലൈക യാ അബി, ബാപ്പ നിങ്ങളുടെ മേൽ സമാധാനം ഉണ്ടാവട്ടെ. എങ്കിൽ ഉമ്മയോടാണെങ്കിലോ എങ്ങനെ പറയണം? അസ്സലാമു അലൈക്കി യാ ഉമ്മി. ഈ ഒരു 10 ഉദാഹരണത്തിലൂടെ നമ്മൾ ശരിക്കും ഒരു സ്ത്രീയെ വിളിച്ചുകൊണ്ട് കാര്യങ്ങൾ ചോദിക്കാൻ, കാര്യങ്ങൾ അന്വേഷിക്കാൻ നമ്മൾ പഠിച്ചു. അതൊരു പുരുഷനോടാകുമ്പോൾ എങ്ങനെയാണ് എന്നുള്ളത് നേരത്തെ നമ്മൾ മനസ്സിലാക്കിയിട്ടുണ്ട്. ആ 2 ഉദാഹരണങ്ങളും ഒരുമിച്ച് ഈ 10 ഉദാഹരണങ്ങളിലൂടെ വീണ്ടും നമ്മൾ പരിശീലിച്ചപ്പോൾ ഈ ഒരു ഭാഗം നമ്മൾ ശരിക്കും അത് പഠിച്ച് നമ്മളത് ഹൃദയത്തിലാക്കിയിട്ടുണ്ടാകും എന്ന് പ്രതീക്ഷിക്കുകയാണ്. അള്ളാഹു തൗഫീഖിനെ പ്രദാനം ചെയ്യുമാറാവട്ടെ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി.